എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരു ഒഴിച്ചുകറിയാണ്. ചെമ്മീനും മാങ്ങയും കുമ്പളങ്ങയും ചേർത്ത കറി. അസൽ കറിയാണ്. ചെറിയ ഒരു കുമ്പളങ്ങയുടെ പകുതി എടുക്കാം. തൊലി കളഞ്ഞതിന് ശേഷം കുരുവും കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കഴുകി എടുത്ത് വയ്ക്കാം. ഈ ഒരു പകുതി കുമ്പളങ്ങ എടുക്കുന്ന സമയത്ത് ഇതിലേക്കൊരു മാങ്ങ എടുക്കാം. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ, നല്ല വലിയ മാങ്ങയാണെങ്കിൽ പകുതി എടുത്താൽ മതിയാവും. അത്യാവശ്യം പുളിയുള്ള ഒരു ചെറിയ മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ കറിയിൽ ഒരുപാട് പുളി മുന്തി നിൽക്കണ്ട. ചെമ്മീൻ്റെ ആ ഒരു ടേസ്റ്റും കുമ്പളങ്ങയുടെ ടേസ്റ്റും മാങ്ങയുടെ ഒരു ഫ്ലേവറൊക്കെ മാത്രം മതി. നന്നായി കഴുകി എടുത്തതിന് ശേഷം നമ്മൾ വേവിക്കാൻ എടുക്കുന്ന ചട്ടിയിലേക്ക് ഈ കുമ്പളങ്ങയും മാങ്ങയും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം, 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ ഒരു 4 പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഒരു 6 വരെയൊക്കെ ചേർക്കാം. 400 ഗ്രാം ചെമ്മീൻ നന്നായി കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കറിയിൽ ചെമ്മീൻ കൂടുന്തോറും ചെമ്മീൻ്റെ ഫ്ലേവർ നന്നായി എടുത്ത് നിൽക്കും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് വേവാൻ ആവശ്യത്തിനൊരു 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഇത് വേവിച്ചെടുക്കാം. ഒരു ചെറിയ തീയിൽ, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായി വേവിച്ചെടുക്കണം. ഈ സമയത്ത് ഇതിലേക്ക് അരപ്പിന് വേണ്ടി 2 കൈപ്പിടി തേങ്ങ അല്ലെങ്കിൽ 1.5 കപ്പ് തേങ്ങ ചിരവിയത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. 2-3 ചെറിയുള്ളി ചേർക്കാം, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ചെറിയ തീയിലൊരു 15 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ചെമ്മീനും കുമ്പളങ്ങയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും. ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. വെന്ത് വന്നിട്ടുള്ള ചെമ്മീനിലേക്ക് തേങ്ങാരപ്പ് ചേർത്ത് കൊടുക്കുക. മിക്സിയുടെ ജാറിൽ അതിൽ തന്നെ കുറച്ച് വെള്ളം അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കാം. നിങ്ങൾക്ക് എത്രയാണ് ചാറ് വേണ്ടത് അത്രയും ആക്കിയെടുക്കുക. ഒരുപാട് ഇത് ചൂടാക്കണ്ട, എന്നാൽ നന്നായി ഒന്ന് ചൂടായി വരണം. ചൂടായി വരുമ്പോൾ ഇതിലേക്ക് താളിച്ചും കൂടി ഒഴിച്ചാൽ കറി റെഡിയാണ്. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് 2-3 ചെറിയുള്ളി ചെറുതായി മുറിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ചെറിയൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ അതിലേക്ക് 2-3 വറ്റൽമുളക് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഈ ഒരു കറിയിലേക്ക് താളിച്ചൊഴിക്കാം. ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചോറിന് കൂടെ നല്ല ടേസ്റ്റിയാണ് ഈ ഒരു കറി. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. താങ്ക്